നമുക്ക് വീട്ടിൽ പോസിറ്റിവിറ്റി കൂട്ടാനും അതുപോലെ തന്നെ പൈസ ഉണ്ടാവാനൊക്കെ ആയിട്ട് ഞാൻ ഒന്ന് രണ്ട് ടിപ്പുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ട് അധികം പൈസ ഒന്നും ചിലവാക്കാണ്ട് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാം. ഒന്ന് ഞാൻ പറഞ്ഞത്, നമ്മുടെ വീടിൻ്റെ അകത്ത് ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഉള്ളിലായിട്ട്, അതായത് വളരെ സംശയമുണ്ട് പുറത്താണോ അകത്താണെന്നുള്ളത്, കുതിരകളുടെ ഫോട്ടോ വെക്കുന്നത് 7 കുതിരകളുടെ ഫോട്ടോ. അത് നമ്മൾ ഈ ഡോർ തുറന്ന് ഉള്ളിൽ കയറിയിട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഡോറിൻ്റെ മുകളിലായിട്ട് വെക്കുക. അതാണ് എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അത് വെച്ചതിന് ശേഷം നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞത് മണി ഫ്ലോ ശരിയോ, ഗപ്പീനെ വളർത്തൽ, ഗപ്പി കുഞ്ഞുങ്ങളാണ്. എൻ്റെ വീട്ടിലുണ്ട് ഗപ്പി കുഞ്ഞുങ്ങൾ. അതുപോലെ തന്നെ വേറെ 2 കാര്യം കൂടെ ഉണ്ട്. അത് ഞാനത് പറയാനായിട്ട് മറന്നുപോയതാണ്. അതായത് ഈ മണി പ്ലാന്റ് വെക്കേണ്ടത് നമ്മളുടെ, എൻ്റെ വീട്ടിൽ വെച്ചേക്കണത്, ഇനി പല അഭിപ്രായങ്ങളുണ്ടാവും ചിലപ്പോൾ, പക്ഷേ എൻ്റെ വീട്ടിൽ വെച്ചേക്കണത് വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിലാണ്. എൻ്റെ പറമ്പിൽ, അതായത് ഭൂമിയുടെ ആ മൂലയിലാണ് വെച്ചേക്കണത്. അത് നന്നായിട്ട് പന്തലിച്ചിട്ടുണ്ട്. 2 സൈസിലാണ് വെച്ചിട്ടുണ്ട്. 2 വലിയ ഇലയുള്ള ചെറിയ ഇലയുള്ള വെച്ചിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് ഒരു പരീക്ഷ എന്നുള്ള മട്ടിൽ എൻ്റെ വൈഫ് കൊണ്ടു നട്ടാണ്. പക്ഷേ അത് വെച്ചതിന് ശേഷം നല്ല സാമ്പത്തികമായ ഉയർച്ച എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ചൈനീസ് പാമ്പ് നമ്മൾ സാധാരണ വീട്ടിൻ്റെ അകത്ത് ഒക്കെ വെക്കുന്നതാണ്. ഇത് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് പുറത്ത് നടാം, മണ്ണിൽ നട്ട് കൊടുക്കാം. ഈ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ ഈ സാധനം ഒരു 2 ആൾ പൊക്കത്തിൽ ഹൈറ്റിലൊക്കെ വളരും. എൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ വളരുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. എന്ന് വെച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കരമായ ഉയർച്ച ഉണ്ടാവും. അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇതിനകത്ത് ഞാൻ ഇടാം. എൻ്റെ വീട്ടിൽ ഈ വെച്ചേക്കണ ഈ ഫോട്ടോ, പിന്നെ ഗപ്പി കുഞ്ഞുങ്ങളുടെയൊക്കെ വീഡിയോ എല്ലാം ഞാനൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ഞാനത് ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതൊക്കെ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്ത സാധനങ്ങളാണ്. ഇതുപോലെ നമ്മൾ ഇത് കണ്ടിട്ട് ഗപ്പി കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നല്ല മാറ്റം തോന്നുന്നുണ്ട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ. പക്ഷേ ആദ്യം ഞാനിതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ചുമ്മാ ഇത് വളർത്തിയാൽ എങ്ങനെ നമുക്ക് സാമ്പത്തികം ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം എൻ്റെ വീട്ടിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പായിട്ട് തന്നെ ഗപ്പി കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഒരു വർക്ക് ചേട്ടൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ എൻ്റെ അടുത്ത്, അദ്ദേഹം മരിച്ചുപോയി. പുള്ളിക്കാരൻ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ അത് നല്ല റിസൾട്ടായിരുന്നു. പക്ഷേ ഈ ലക്കി പാമ്പും പിന്നെ മണി പ്ലാന്റൊക്കെ കണ്ടുപിടിച്ചത് എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യ എവിടെ നിന്നോ കണ്ടുപിടിച്ചിട്ട് പുള്ളി കൊണ്ടുവന്നിട്ടാണ്. പക്ഷേ അതും നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് ചിലവൊന്നുമില്ലാത്തൊരു പരിപാടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷ നോക്കാം ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ, ഞാൻ വെച്ചേക്കണേൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണത് ഞാനത് വെച്ചേക്കണമെന്നുള്ളത്. എല്ലാവർക്കും അത് ചെയ്ത് നോക്കാനുള്ള ഒരു തോന്നലൊക്കെ വരട്ടെ. നന്മ വരട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീടിൻ്റെ മുൻവാതിലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കയറി വരുന്ന വാതിലിൻ്റെ മുകൾ വശത്താണ് ഞാൻ ഈ ഫോട്ടോ വെച്ചിട്ടുള്ളത് കേട്ടോ. എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്നത് ഈ ഫോട്ടോ ആണ്. ഞാനിതിൻ്റെ കണക്കോ അളവോ അല്ലെങ്കിൽ ഇതിൻ്റെ നിറവോ നോക്കിയിട്ട് വെച്ചേക്കണമെന്നല്ല. ഇത് കുറേ കാലങ്ങളായിട്ട് എൻ്റെ വീട്ടിലുള്ളതാണ്. ഞാനത് അങ്ങനെ അന്ന് എങ്ങനെയോ എവിടെയോ കണ്ടപ്പോൾ ഞാനിത് വാങ്ങിയതാണ്. പക്ഷേ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്, ഈ സാധനം വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് എൻ്റെ മുൻവാതിലിനെ കയറി വരുന്ന സ്ഥലത്ത് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ വീടിൻ്റെ തെക്ക് വശമാണത്. തെക്ക് കിഴക്കേ മൂലയിലായിട്ട് നിൽക്കുന്ന ലക്കി പാമ്പു കണ്ടോ. ഇത് ഏതാണ്ട് ഒരു 2 ആൾ ഹൈറ്റിലാണ് നിൽക്കുന്നത് കണ്ടോ. ഇത്രയും ഹൈറ്റിൽ താഴെ വെച്ചിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. മെയിൻ്റനൻസ് കുറവായതുകൊണ്ട് കുറച്ച് കടലെല്ലാം പിടിച്ച് നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ മണി പ്ലാന്റ് കെട്ടുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ തെറാപ്പി ചെയ്യണ റൂമാണ്, ഗസ്റ്റ് ഹൗസാണത് കാണുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ കാണാം. എൻ്റെ വീടിൻ്റെ കിഴക്ക് വശം, തെക്ക് കിഴക്കൻ മൂലയാണ് ഈ കാണുന്നത്. ഈ മൂലയിൽ ഈ മണി പ്ലാന്റ് നിൽക്കുന്നുണ്ട്. അത് വേറെ മോഡലാണ്. പല ടൈപ്പിലുള്ള മണി പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ നട്ടിരിക്കുന്നത് ഇതുപോലത്തെ മണി പ്ലാന്റ് ആണ് കേട്ടോ. നിൽക്കുന്നുണ്ടോ മണി പ്ലാന്റ് ഇവിടെ നിൽക്കുന്നുണ്ട്.
പിന്നെ ഈ ലക്കി ബാമ്പു എന്ന് പറഞ്ഞ ചൈനീസ് ബാമ്പു എന്ന് പറയുന്ന സാധനം അതിവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂലയിൽ മുഴുവനും അത്ര സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. അവിടെയും നിൽക്കുന്നുണ്ട് മറ്റേ ചൈനീസ് ബാമ്പു, ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട്, ആ ചെടിയുടെ അപ്പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഈ പ്ലാന്റുകൾ. എൻ്റെ വീടിൻ്റെ വടക്കിഴക്കേ മൂലയിലായിട്ട് ഈ ഭാഗത്തായിട്ട് ടാങ്കുകളുണ്ട്. മെയിൻ്റനൻസ് ഒക്കെ കുറച്ച് കുറവാണ്, കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നരുത്, കാരണം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് മെയിൻ്റനൻസ് കുറവാണ്. ഇവിടെ ഫുൾ ടാങ്കുകളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗപ്പി കുഞ്ഞുങ്ങളെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ കാണൂല, കാരണം പായലും കാര്യങ്ങളൊക്കെ അത് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് കാണാൻ സാധിക്കില്ല. ഇവിടെ എല്ലാം ടാങ്കുകളാണ്, എല്ലാത്തിലും ഉണ്ട്. ഇത് പല കളറിലുള്ള ഗപ്പിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം, ഇപ്പോൾ നോർമൽ ഗപ്പികളാണ് ഉള്ളത്. അപ്പോൾ ഇത് ഈ സ്ഥലത്താണ് ഇത് വെക്കേണ്ടത്. ഇവിടെയും ടാങ്കുകളുണ്ട്, ടാങ്കുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിനകത്തും ഗപ്പി കുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് ടാങ്കുകൾ വെച്ചിട്ട് ഇതുപോലെ ഗപ്പികളിട്ട് കഴിഞ്ഞാൽ ഒരു ഐശ്വര്യം വീട്ടിനുണ്ടാകും, ഒരു സംശയം വേണ്ട. അതിന് ഉദാഹരണമാണ് ഞാൻ ഈ കാണിക്കുന്നത്.